ആരടുത്ത് ചോദിക്കണ്ട, ഈ ഓറീസയിലെ കാട്ടിൽ രാവും പകലും കഴിഞ്ഞവരോട് ചോദിച്ചാൽ മതി. സത്യമായി ഞാൻ പറയുന്നത്, നമുക്കൊക്കെ വേദന ഉണ്ടെങ്കിലും ഒറീസയുടെ കാടുകളിൽ കടക്കുന്ന കർത്താവിൻ്റെ മിഷനറിമാർ ആനന്ദിച്ച് സന്തോഷിച്ച് കാണും. കാരണം ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ പരിപാലനയുടെ ശക്തി അവർ അങ്ങേയറ്റം കണ്ട ദിനങ്ങളായിരിക്കും ആ കാട്ടിൽ കിടന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥിച്ചതിൻ്റെ സകലത്തിൻ്റെ അനുഭവം ഉത്തരം ലഭിച്ച രാത്രികളായിരിക്കും ഒറീസയുടെ രാത്രി. ഹല്ലേലൂയ. പുലികളോ സിംഹങ്ങളോ കാട്ടുമൃഗങ്ങളോ ഇവരുടെ മുന്നിലൂടെ നടന്നു പോകും, ഇവരെ ഒന്നും ചെയ്തു കാണത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ അവർക്ക് പറയാൻ കാണുമെന്നറിയാമോ? ഹല്ലേലൂയ. നോക്കിക്കോ, ഉറപ്പായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ ഇതുപോലത്തെ സാക്ഷ്യങ്ങൾ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് സന്യാസി അദ്ദേഹം മരുഭൂമിയിൽ തന്നെ തുടരുവാനായിട്ട് അദ്ദേഹം അയച്ചു, തീരുമാനമെടുത്തു. അദ്ദേഹം നാട്ടിൽ പോയില്ല. യേശുവേ നന്ദി. നിങ്ങൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കേൾക്കുമ്പം തന്നെ എങ്ങനെ വേണമെന്നറിയോ? ഒരു ദിവസമെങ്കിലും എനിക്ക് അതുപോലെ ആകണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങൾ സ്ത്രീകൾ വിചാരിക്കുക, ഓ എനിക്ക് പറ്റത്തില്ല കാരണം കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ എൻ്റെ ഭർത്താവ് അങ്ങേരാണെങ്കിൽ ഒരു മുരുടൻ സ്വഭാവം, നടക്കത്തില്ല. പിന്നെ ഈ കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഈ പരിപാടിയെ നടക്കത്തില്ല. ശരിയല്ലേ? നടക്കോ? നടക്കോ? മനസ്സ് വെച്ച് നടക്കും. ഞാൻ ചോദിക്കുക, ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടായിട്ട് എത്രയോ പേര് ഇവിടെ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു? ഹല്ലേലൂയ. ഭർത്താവിനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നോ? ഇവിടെ വന്നിരിക്കാമെങ്കിൽ നടക്കും. യേശുവേ സ്തോത്രം. എല്ലാവരും യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്തെങ്കിലും ഒരു സാഹചര്യം ഈശോ നിങ്ങൾക്ക് ഒരുക്കി തരും അങ്ങനെ ഇരിക്കാനായിട്ട്. ഹല്ലേലൂയ. യേശുവേ. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഏലിയായെ കൊല്ലുവാനായിട്ട് പട്ടാളത്തെ അയച്ചു ജസബേൽ. ഏലിയായെ കൊല്ലുവാനായിട്ട് പട്ടാളത്തെ അയച്ചു. പട്ടാളം ഏലിയായെ പിടിക്കുവാനായിട്ട് ഓട്ടിച്ചോ. ഏലിയ ഓടി 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 ഒരു ഗുഹയിൽ, ആരുമില്ലാത്ത ഒരു ഗുഹയിൽ ഏലിയ ഓടിച്ചെന്ന് അതിലെ അഭയം പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ 3 കൂട്ടം കാര്യങ്ങൾ ഇറങ്ങി വന്നു. കൊടുങ്കാറ്റ്, ഭൂമി കുലുക്കം, ഉരുൾപൊട്ടലും ഇത് പിന്നെ ഒക്കെ വന്നു. ഇതിൽ വന്നിട്ടൊന്നും ശത്രുക്കൾ നശിക്കുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ ദൈവം ഏലിയായുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏലിയ നീ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഏലിയ പറയുന്നുണ്ട്, ഞാൻ നിന്റെ തീക്ഷ്ണതയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ നിന്റെ തീക്ഷ്ണതയിൽ ജ്വലിക്കുകയാണ്, ഞാൻ നിന്റെ തീക്ഷ്ണതയിൽ ജ്വലിക്കുവാണ്, ഞാൻ നിന്റെ തീക്ഷ്ണതയിൽ. എങ്ങനെയാ? എപ്പോഴാണ്? ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ തീക്ഷ്ണതയിൽ ജ്വലിക്കുവാണ്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? തീക്ഷ്ണതയിൽ ജ്വലിക്കുക. തീക്ഷ്ണതയിൽ ജ്വലിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു സൈസം ബഹിർത അനുഭവങ്ങളല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്ഷ്ണതയിൽ ജ്വലിക്കുക. അപകട സമയത്ത്, കൊല്ലാൻ വരുന്ന സമയത്ത് അദ്ദേഹം തീക്ഷ്ണതയിൽ ജ്വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ അവിടെ ഉദ്ദേശിച്ചത്? അഭിഷേകത്തിൽ നിറഞ്ഞു എന്നല്ല അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. അദ്ദേഹം തീക്ഷ്ണതയിൽ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ യഹോവയായ ഈ ദൈവത്തെ മറന്ന് അന്യ സ്ത്രീ, വിജാതീയ സ്ത്രീ കർത്താവിന്റെ നാട്ടിൽ കടന്നു വന്ന്, ഹല്ലേലൂയ, എന്തുമാത്രം ചെങ്കടല്, എത്രമാത്രം യുദ്ധം ചെയ്തിട്ടാണെന്നറിയോ ഈ നാട് ദൈവം കൊടുത്തത്. ആ നാട്ടിൽ ഒരു വിജാതീയ സ്ത്രീ വന്നിട്ട് അവളുടെ എല്ലാവിധ ദേവന്മാരെ, അടുക്ക് വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് ദൈവജനത്തെ മുഴുവൻ വഴിതെറ്റിച്ചിരിക്കുന്നു. ഈ തീക്ഷ്ണതയിൽ, ഈ അഗ്നിയിൽ അയാൾ ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ. ആ സമയത്ത് പോലും, ഏത് സമയത്താണ്? ശത്രുക്കൾ കൊല്ലാൻ വരുന്ന സമയത്ത് പോലും ദൈവ എരിവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തെറ്റിദ്ധരിക്കും അഭിഷേകത്തിൽ ജ്വലിക്കുകയാണെന്ന് വിചാരിക്കും. അതല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവജനം ചെയ്യുന്ന പാപത്തിനെതിരെ അദ്ദേഹം ജ്വലിച്ചുകൊണ്ടിരുന്നു. ദൈവജനം ചെയ്തിരിക്കുന്ന ഈശോയെ മറന്നു പോയതിന്റെ വേദനയിൽ അദ്ദേഹം ജ്വലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അതാണ് അദ്ദേഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതാ ദൈവത്തോട് ചോദിച്ചത്, എന്താ നീ ചെയ്യുന്നേ? ഞാൻ അങ്ങയോടുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുവാണെന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഈ സന്യാസി ഇവിടെ ആയിരിക്കുന്ന സമയത്ത് സന്യാസിയുടെ പറയുവാണ്, ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. എന്താ കാരണം എന്നറിയോ? ഒറ്റക്കായിരുന്ന സമയത്ത് എന്റെ യഹോവയുടെ തേജസ് അനുഭവിക്കാൻ പറ്റി. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ദർശനങ്ങൾ കാണാൻ തുടങ്ങി. നിശാദർശനങ്ങൾ, ഉറക്കത്തില്ല ദർശനങ്ങൾ. ഹല്ലേലൂയ. ഞാൻ കാണാൻ തുടങ്ങി. അതിന്റെ കാഠിന്യം എന്റെ ചെവിയിലേക്ക് അടിച്ചു. ലോകത്തിലായിരുന്ന സമയത്ത്, വീട്ടിലായിരുന്ന സമയത്ത് ഇത് ഞാൻ അനുഭവിച്ചിരുന്നില്ല. ഹല്ലേലൂയ. ഈ ഏകാന്തതയിൽ എനിക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇത് വിട്ടിട്ട് ഞാൻ എവിടെ പോകും? ഹല്ലേലൂയ. ഇത് വിട്ടിട്ട് ഞാൻ ഏത് ദേശത്ത് പോകണം? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തീരുമാനമെടുത്തു, ഇനി നാട്ടിലേക്കില്ല, കഴിയുന്നെങ്കിൽ ഇവിടെ കഴിയുക. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടന്നു. എന്താ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് മരങ്ങളുടെയും ഫലങ്ങൾ നിന്നു. ഇനി അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോയാലും ആരും കുറ്റമൊന്നും പറയത്തില്ല. ഈ പറയുന്നത് ഞാനായാലും നിങ്ങളായാലും പറയോ? എടാ, കർത്താവ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും. കർത്താവ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തു കൊടുത്തേനെ? വൃക്ഷത്തിൽ പഴം കൊടുത്തേനെ. കർത്താവ് പഴം നിർത്തിച്ചതാ എന്തിന്? ഇവൻ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതേതാണ് നമ്മൾ കേരളക്കാർ മിഷണറിമാര് ഭയങ്കര വകുപ്പറിയാവുന്നവരാ കേട്ടോ. നമ്മളിത് പറഞ്ഞു കളയും. പക്ഷേ തീഷ്ണതയിൽ ഇങ്ങനൊരു വിശ്വാസം ഇല്ല. സാഹചര്യം അനുസരിച്ച് നമ്മൾ സംഭവം മാറത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ബോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ കഥ. മീൻ പിടിക്കാൻ പോയപ്പോൾ കർത്താവേ ഇന്ന് മീൻ തന്നു കഴിഞ്ഞാൽ ഞാൻ ആ മീൻ അങ്ങേക്ക് ദശാംശമായിട്ട് തന്നേക്കാന്ന് പറഞ്ഞു. വലയിട്ട് കിട്ടിയപ്പോൾ കൂടെ മുട്ടൊന്നൊരു മീൻ കിട്ടി. അപ്പോഴത്തേക്ക് പുള്ളി അത് പിടിച്ച് ഇട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ചു, ഈ മീനെ ഇന്ന് ഞാൻ എടുത്തിട്ട് നാളെ കർത്താവിന് വേറൊരു മീൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ മീനെടുത്ത് വെള്ളത്തിൽ ചാടി, ബോട്ടിൽ നിന്ന് എടുത്ത്. അപ്പം പുള്ളി പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരു തമാശ പറഞ്ഞാൽ ഇത്ര കാര്യമായിട്ട് എടുക്കണമായിരുന്നു അപ്പൊ എന്ന് പറയുന്ന കണക്കാണ് കാര്യങ്ങൾ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.